ഓട്ടോമാറ്റിക് പറയുന്നത് സാധാരണ M2 എന്നല്ല, ടർബോ പെട്രോൾ മാത്രം കൊടുക്കാനുള്ള കാര്യം തരുമോ. അപ്പോൾ കൂടിയ പവറും കുറഞ്ഞ മൈലേജും. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ പുറത്ത് കഴിയില്ലേ, സ്പോർട്സ് കാറുകളൊക്കെ കാണുന്ന പോലെ. നമ്മൾ ലിവറൊക്കെ പിടിച്ച് പൊക്കി വേണം ചെയ്യാനായിട്ട്. മെനക്കെട്ട് ഒരുത്തർ ഫ്രീക്കിനായി മാറിയ വണ്ടിയാണല്ലോ N-Line എന്ന് പറയുന്നത്. അപ്പോൾ ആ N-Line അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ കാര്യം ആ ഒരു പരുക്കത്തരം എന്ന് പറയുന്നത് വേഷഭൂഷാദികൾ മാത്രമല്ല. ഹ്യുണ്ടായി ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന SUV ആണ് ഹ്യുണ്ടായി ക്രെറ്റ. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു സാഹസം? ഇതെന്താണിത്? N-Line-ഓ? എന്താണ് N-Line-ന്റെ പ്രത്യേകതകൾ? എല്ലാം പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ N-Line എന്താ ശരിക്കും പറഞ്ഞാൽ? മെഴ്സീഡീസിൻ്റെ AMG എന്നൊക്കെ അല്ലെങ്കിൽ BMW-ൻ്റെ M ഒക്കെ ഉണ്ട്. അപ്പോൾ സാധാരണക്കാരുടെ വണ്ടിക്കും ഒരു പെർഫോമൻസ് ഡിവിഷൻ ഉണ്ട് എന്നുള്ളതാണ് N-Line എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യുണ്ടായി. അപ്പോൾ ഇവരുടെ ഈ മോഡലിൻ്റെ പ്രത്യേകത പറയുന്നത് കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളാണെന്നുള്ളതാണ്. ശരിക്കും മൂന്നാമത്തെ N-Line ആണ് ക്രെറ്റ ഇന്ത്യയിൽ. എന്ന് വെച്ചാൽ i20 വെന്യൂ ഇപ്പോൾ ഇതാ ക്രെറ്റയാണ് ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ക്രെറ്റയുമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയാം. അത് ഈ ഗ്രില്ല് നോക്കിയേ, ഈ ഒരു ഗ്രില്ലിൻ്റെ വ്യത്യാസം നോക്കിയേ. ശരിക്കും ഈ ലോഗോ ഇപ്പോൾ നടുവിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ചും കൂടി താഴേക്ക് ഈ ഒരു സിസ്റ്റമൊക്കെ മാറി, അതായത് കുറച്ച് വ്യത്യാസങ്ങൾ വന്നു. കൂടാതെ ലൈറ്റും കാരണം മാറ്റങ്ങളൊന്നുമില്ല. ഈ ലൈൻ വേണമെങ്കിൽ N-Line-ൻ്റെ ആ ഒരു കാര്യമായിട്ട് കാണിക്കാവുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ വീലിലെ വ്യത്യാസം, വീലിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഇതിപ്പോൾ 18 ഇഞ്ച് വീലാണ്. ഈ 18 ഇഞ്ച് വീലിനകത്തെ ആ ഒരു റെഡ് കാലിപ്പർ കണ്ടോ, ആ ഡിസ്കിൻ്റെ 215, 55, 6, 18 എന്നുള്ള ഈ വീല് ബാക്കിലും ഡിസ്ക് തന്നെയാണ്. ബാക്കിൽ കാലിപ്പറിനും ആ ഒരു റെഡ് ലൈൻ ഉണ്ട്. അത് പറയാനുള്ള കാര്യം ഈ റെഡ് എന്ന് പറയുന്നത് ബാക്കിലുണ്ട്, ക്രെറ്റയ്ക്കുണ്ട്. പക്ഷേ അത് i20 കണ്ടില്ല. പിന്നെ ലൈനൊക്കെ കാണാം, N-Line ആണ്. ഇവിടെ N-Line എന്നുള്ള ബാഡ്ജ് ഉണ്ട്, N-Line ആണല്ലോ ഒബ്വിയസ്ലി, ആ ഒരു ബാഡ്ജ് കാണാം. പിന്നെ മുകളിലും കാര്യങ്ങളൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല, ഡുവൽ ടോണാണ്. പുതിയ കളറുകൾ വന്നിട്ട് പറയാം, അതൊക്കെ കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ് കണ്ടോ. പിന്നിലെ ഒരു കാലിപ്പർ, ഈ പിന്നിലെ മെമ്പറിലാണ് കുറച്ചും കൂടി റെഡിൻ്റെ ഒരു അതിപ്രസരം എന്ന് കാണാം. ഈ ഒരു ഭാഗത്ത് ആ റെഡ് പീസൊക്കെ തന്നെ വലിപ്പം വെച്ച് കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നടുവിലായിട്ട് ആ ഒരു റിഫ്ലക്ടർ പോലുള്ള ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ലൈൻ പോലെ കൊടുത്തത് N-Line എന്നുള്ള ഒരു കാര്യമായിട്ട് കാണാം. ഈ സ്കിഡ് പ്ലേറ്റ് വ്യത്യാസമുണ്ട്, അത് ഫ്രണ്ടിലും വ്യത്യാസമുണ്ട്. പിന്നെ ഈ വലിയ സ്പോയിലർ എന്ന് പറയുന്നത് ശരിക്കും N-Line-ൻ്റെ മാത്രമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതിനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തത് ഡുവൽ എക്സോസ് പൈപ്പാണ്. ആ ഒരു ഡുവൽ എക്സോസ് പൈപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പല വണ്ടികളൊന്നും കണ്ടിട്ടില്ല, പക്ഷേ i20 N-Line കണ്ടിട്ടുണ്ട്. ഇവിടെ ആ ഒരു ക്രെറ്റയിലും കാണാം. സൗണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ പുറത്ത് കഴിയില്ലേ, സ്പോർട്സ് കാറുകളൊക്കെ കാണുന്ന പോലെ, വലിയ എഞ്ചിനുള്ള വണ്ടികൾ കാണുന്ന പോലെ. അങ്ങനെ പറയുമ്പോൾ ഇതൊരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുള്ള മോഡലാണ്. ആ കാര്യം ബോണറ്റ് കൊണ്ട് കാണിക്കാം. ബോണറ്റിൽ ഉള്ളെന്താ നോക്കാം. അപ്പോൾ തുറക്കട്ടെ. N-Line-ന് ടർബോ പെട്രോൾ മാത്രം കൊടുക്കാനുള്ള കാര്യം തരുമോ. പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയാണ് N-Line എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്രോൾ ടർബോ ആണ് ഏറ്റവും ആപ്റ്റ് എന്നുള്ളതാണ്. 160 PS പവർ, കൂടാതെ 253 Nm ടോർക്കുള്ള 4 സിലിണ്ടർ ടർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ടർബോ ചാർജ് പെട്രോൾ ആകുമ്പോൾ തന്നെ ആ ഒരു 253 Nm ടോർക്കുള്ളതുകൊണ്ട് സ്പീഡ് കൂടുതലാണ്. എന്ന് വെച്ചാൽ 0 to 100 ടൈമിംഗ് എന്ന് പറയുന്നത് 8.9 സെക്കൻഡിലാണ്. ഒരു കാര്യമല്ലേ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജ് ഉണ്ട്. നമ്മൾ ഓടിച്ചു വരുമ്പോൾ ഒന്ന് മൈലേജ് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ഏറെക്കുറെ 17 മണിയൊക്കെ കാണിച്ചു. പക്ഷേ ചവിട്ടി പൊളിച്ച് ഓടിച്ചപ്പോൾ അത് 9 കുറഞ്ഞുള്ളതാണ്. അപ്പോൾ കൂടിയ പവറും കുറഞ്ഞ മൈലേജും പെർഫോമൻസ് കാറുകളുടെ ആ ഒരു പ്രത്യേകതയാണെങ്കിൽ അത് N-Line ഉണ്ട്. ഇനി 2-3 പ്രത്യേകത അകത്തും പറയാനുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഡാഷ് ക്യാമാണ്. ഡാഷ് ക്യാം ഒരു തിങ്ങാണ്. എന്ന് വെച്ചാൽ എക്സ്റ്ററിൻ്റെ കാര്യം പറയുമ്പോൾ എക്സ്റ്ററിൽ ഡാഷ് ക്യാം കൊടുക്കുന്നതുകൊണ്ടാണ് അധികം ഹ്യുണ്ടായി പറയുന്നത് N-Line-ലും എക്സ്റ്ററിൻ്റെ പോലെ ഡ്യുവലായിട്ടുള്ള ഡാഷ് ക്യാം ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ വണ്ടിക്ക് പക്ഷേ ഡാഷ് ക്യാം ഇല്ല. പക്ഷേ ഈ കാണുന്ന ക്യാമറ എന്ന് പറയുന്നത് അഡാസിൻ്റെയാണ്. അതിനെക്കുറിച്ച് വൃത്തിയായിട്ടും കൃത്യമായിട്ടും പറഞ്ഞിട്ട് വീഡിയോ ഞാൻ ബട്ടൺ കൊടുക്കാം. N-Line-ൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും എടുത്തു വേണ്ട കാര്യം പറഞ്ഞാൽ ചുവന്ന സ്റ്റിച്ചിങ്ങും ഈ ഒരു ഫ്ലാഗും N എന്നുള്ള ലോഗോയും മാത്രമല്ല, ഇതിൻ്റെ ആംബിയൻ ലൈറ്റ് അടക്കം റെഡാണ്. പിന്നെ 10.25 ഇഞ്ച് ക്ലസ്റ്ററും 10.25 ഇഞ്ച് ആ ഒരു മീഡിയ സ്ക്രീനും. ഇതിന് രണ്ടിനും ചുറ്റും കൊടുത്ത ലൈനും റെഡാണ്. ഇവിടെ കൊടുത്ത ലൈൻ റെഡാണ്. ഈ ഗിയർ ലിവർ i20 കണ്ട N-Line-ൻ്റെ ഗിയർ ലിവർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മാനുവൽ ഷിഫ്റ്റർ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ തീർത്തും കൗതുകമുള്ള ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. സ്പോർട്ടിയായ പെഡൽസും അങ്ങനെ തന്നെ. സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്, 2 പാഡ് ഷിഫ്റ്റേഴ്സ്. അത് DCTക്ക് മാത്രമേ ഉള്ളൂ, അറിയാലോ. ആ പാഡ് ഷിഫ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിച്ചു. ഈ സ്റ്റിച്ചിങ് അങ്ങനെ തന്നെ. ഇതിന് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. പക്ഷേ ആ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലിവറൊക്കെ പിടിച്ച് പൊക്കി വേണം ചെയ്യാനായിട്ട്. നോ പ്രോബ്ലം.
ഉണ്ടല്ലോ, അത് മതി. അപ്പം ഇനി ബാക്ക് സീറ്റ് നോക്കിയേ. ഈ ബാക്ക് സീറ്റിൽ എന്താ ഫ്ലാഗ് ഉണ്ട്, പക്ഷേ ഹെഡ് റെസ്റ്റ് രണ്ടേ ഉള്ളൂ, സാധാ ക്രെറ്റ. ഇവിടെ ആംറസ്റ്റ് ഉണ്ട്, ആംറസ്റ്റ് കപ്പ് ഹോൾഡർ ഉണ്ട്, സാധാ ക്രെറ്റ. സീറ്റിൻ്റെ ആ ഒരു അപ്പോൾസ്റ്ററി കൊള്ളാം. ഹെഡ് ലൈനർ ബ്ലാക്ക് ആണ്, വിച്ച് ഈസ് നൈസ് ഇൻ മൈ ഒപ്പീനിയൻ. പിന്നെ സീറ്റ് ബാക്ക് പോക്കറ്റുകളുണ്ട്, ചാർജിങ് സോട്ടുകളുണ്ട്. ഇവിടെ മിഡിൽ ഹമ്പ് പ്രോമിനൻ്റ് അല്ല, 3 പേർക്ക് ഇരിക്കാൻ പറ്റും, നന്നായി ഇരിക്കാൻ പറ്റും. അപ്പോൾ 5 പേർക്ക് ഇരിക്കാവുന്ന പെർഫോമൻസ് വണ്ടിയാണ് എൻലൈൻ. സാധാ ക്രെറ്റയോ അതും അങ്ങനെ തന്നെയാണ്. ഹ്യുണ്ടായി ക്രെറ്റ ഒരു പോപ്പുലർ മോഡലാണ്, സംശയമില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 17,000 സംതിങ് വണ്ടികൾ അവർ ഫെബ്രുവരി വിറ്റുണ്ട്, വെറും ഫെബ്രുവരിയിൽ. അത് മാത്രമല്ലാണ്ട് എൻലൈൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ 22,000 വണ്ടികൾ ഇന്ത്യയിൽ എൻലൈൻ ഉണ്ട് അത്രേ. അതിനകത്ത് 13% വുമൻസ് ഡ്രൈവേഴ്സാണ്. അപ്പോൾ ഈ എൻലൈൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ 5-1 സെയിൽ എൻലൈൻ ഉണ്ടെന്നാണ് ഹ്യുണ്ടായി പറയുന്നത്. സത്യമായിരിക്കും, കാരണം വണ്ടികൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ബൂട്ട് തുറക്കാം. ഈ ബൂട്ടിൽ അത്യാവശ്യത്തിലധികം സ്ഥലമുണ്ടെന്നുള്ളത് നിസ്സംശയം പറയാം. ഈ ബൂട്ടിൽ നിന്ന് കാണിച്ച പോലെ കണ്ടോ, ഈ ഒരു ലഗേജൊക്കെ വെച്ച് കണ്ടില്ലേ? അപ്പോൾ ബോസിൻ്റെ ആ ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട്, കൂടാതെ 7 എയർ ബാഗ്സ് ഉണ്ട്. ഇപ്പോൾ അഡാസ് ഫംഗ്ഷൻസ് ലെവൽ 2 ക്രെറ്റയുള്ള കാര്യം തന്നെയാണ്. ക്രെറ്റ എൻലൈൻ ആയപ്പോൾ കൂടുതലേ ഉള്ളൂ, കുറഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഈ വണ്ടിയുടെ വില കൂടി പറയണ്ടേ. 16,83,350 രൂപയ്ക്കാണ് ഇവർ എൻലൈൻ്റെ ബേസ് മോഡൽ ഇറക്കിയാണ്. എന്ന് വെച്ചാൽ 2 മോഡലേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു കാര്യം അതല്ല, ആ 2 മോഡലിൽ ഓട്ടോമാറ്റിക് കൊണ്ട് മാനുവലുണ്ട്. ഓട്ടോമാറ്റിക് പറയുന്നത് സാധാരണ MT എന്നല്ല, DCT ആണ്, കൂടെ ഒരു 6 സ്പീഡ് മാനുവലും. അപ്പോൾ ഇത് രണ്ടും ഒരു പെർഫോമൻസുകാരനെ സംബന്ധിച്ച് മികച്ച കാര്യങ്ങളാണ്. പാഡ് ഷിഫ്റ്റുള്ള DCT, അതല്ലെങ്കിൽ പക്ക 3 പെഡൽ ക്ലച്ച് ചവിട്ടി ഗിയർ മാറുന്ന 6 സ്പീഡ് മാനുവൽ. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ പോരല്ലോ, ഇത് ഓടിക്കണ്ടേ. 8.9 സെക്കൻഡിൽ 100 എത്തുന്ന ഈ ഒരു ക്രെറ്റ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഒരു ഇത്തിരി കൂടി സസ്പെൻഷൻ മാറി, അതല്ലെങ്കിൽ സ്റ്റിയറിംഗിൽ മാറ്റമുണ്ടെന്ന് പറയുന്നുണ്ട്. അത് സത്യമാണെന്ന് പറയാൻ വണ്ടി ഓടിക്കന്നെ വേണം, ചവിട്ടി പൊളിച്ച് ഓടിക്കണം. ഹ്യുണ്ടായി ക്രെറ്റ എൻലൈൻ ഓടിക്കുകയാണ്. 0 to 100 എന്ന് പറയുന്നത് 8.9 സെക്കൻഡ്സ്. ഞാനിതിൻ്റെ ടോപ്പ് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഓടിക്കുന്നത് വണ്ടിയെക്കുറിച്ച് പറയാനായതുകൊണ്ട് സ്പീഡിലേക്കല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കാര്യങ്ങളിലേക്കാണ്. എന്താണ് ക്രെറ്റയുടെ പ്രത്യേകത? ക്രെറ്റ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫേവറേറ്റ് SUV ആണ്, സംശയമൊന്നുമില്ല. ഇപ്പോൾ ഫെബ്രുവരിയിലെ ഒരു നമ്പേഴ്സ് എടുത്താൽ തന്നെ 10-16 വണ്ടി വിറ്റു, 15 സംതിങ് 16 ഓക്കെ. അത് മാത്രമല്ലാണ്ട് ക്രെറ്റ മാത്രമായിട്ട് തന്നെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ എൻലൈൻ്റെ കേസ് എടുത്താൽ 22,000 എൻലൈൻ ഇന്ത്യയിൽ എന്ന് പറഞ്ഞത്, അത് തന്നെ 13% വുമൻസാണ് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ വുമൻസ് ഡ്രൈവേഴ്സാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേര് കേട്ട വണ്ടി ഒരു പുതിയ വേർഷനായിട്ട് വരുമ്പോൾ അതിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് രൂപത്തിലുള്ള ആ ഒരു മാറ്റങ്ങളല്ലാണ്ട് പെർഫോമൻസ് പറഞ്ഞിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഹാൻഡ്ലിങ്, അല്ലെങ്കിൽ ആ ഒരു റൈഡ്, അതല്ലെങ്കിൽ സ്റ്റിയറിംഗ് എന്നുള്ള 3 കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഹാൻഡ്ലിങ് നല്ലതാണ്, കാരണം അത്യാവശ്യം നല്ല സ്പീഡിൽ, ഇപ്പോൾ സില്ലി സ്പീഡിൽ ഓടിക്കുമ്പോഴും നമുക്ക് വണ്ടി കൺട്രോളിൽ നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ ആ ഒരു തിരിവും അല്ലെങ്കിൽ ആ ഒരു വളവൊന്നും വലിയ വിഷയമില്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഈസി പീസി ആയിട്ട് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഈ ഒരു ക്രെറ്റ എൻലൈൻ എന്നുള്ളതാണ്. റൈഡ് എന്ന് പറയുന്നത് ഒരിത്തിരി സ്റ്റിഫാണ്. ഇപ്പോൾ സ്റ്റിഫ് വേണം, കാരണം ഒരിത്തിരി സ്റ്റിഫ് ആയാലാണ് ആ ഒരു പെർഫോമൻസ് വണ്ടികളുടെ ഒരു ഗുണം. പക്ഷേ ഒരിത്തിരി കൂടിയ സ്പീഡിൽ ആ ഒരു സ്റ്റിഫ്നെസ് ആണെങ്കിൽ കൂടി വണ്ടി ഒരിത്തിരി നെർവസ് ആവുന്നുണ്ട്. അതായത് റോഡിലെ അൺഡുലേഷൻസ് വണ്ടിയെ ആ ഒരു അൺസെറ്റിൽ ചെയ്യുന്നുണ്ട് കുറച്ച് സ്പീഡിൽ പോകുമ്പോൾ. അതൊരു ഫിനോമിനായിട്ട് പറയാനൊന്നും പറ്റില്ല, കാരണം നമ്മളെപ്പോഴും ആ ഒരു സ്പീഡിൽ അല്ലെങ്കിൽ അങ്ങനെ സില്ലി സ്പീഡിലൊന്നും വണ്ടി ഓടിക്കില്ല. നമ്മൾ സാധാരണ മാന്യമായിട്ടുള്ള സ്പീഡിലേ വണ്ടി ഓടിക്കുള്ളൂ. പക്ഷേ ഒരു നല്ല റോഡ് കിട്ടുമ്പോൾ ഒരു ക്ലോസ്ഡ് റോഡ് നമുക്ക് വേണ്ടി തുറന്നു കിട്ടുകയാണെങ്കിലൊക്കെയാണ് നമ്മളൊന്ന് ഫാസ്റ്റായിട്ട് ഓടിക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇപ്പോൾ 160, 170 ഒക്കെ കഴിയുമ്പോൾ വണ്ടിക്ക് ഒരിത്തിരി ഒരു നെർവസ്നെസ് ഉണ്ട്, ഒരു അൺസെറ്റിലിംഗ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. സ്റ്റിയറിംഗ് അത്യാവശ്യം ഫേമസ് ഒക്കെ ഉള്ള സ്റ്റിയറിംഗ് ആണ്. ഇപ്പോൾ ഈ സ്റ്റിയറിംഗിൻ്റെ ഒരു പോയിന്റ് പറയുമ്പോൾ ഇത് എൻലൈൻ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻലൈൻ്റെ സ്റ്റിയറിംഗിന് വേണ്ടിയിട്ട് പവർ അസിസ്റ്റൻസ് കുറച്ചൊക്കെയാണ്. അതായത് ഒരു ഇത്തിരി കുറച്ച് അസിസ്റ്റൻസ് മതി, നിങ്ങൾക്ക് ഒരിത്തിരി ഒരു ഫീലൊക്കെ തോന്നിക്കും ആ ഒരു സ്റ്റിയറിംഗിന്, അതല്ലേ നല്ലതെന്നുള്ള ആ ഒരു ബോധ്യമായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് ലൈറ്റ് സ്പീഡിലൊരിത്തിരി സാധാ ക്രെറ്റയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരിത്തിരി ഒരു വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളുടെ അല്ലെങ്കിൽ ജർമ്മൻ വണ്ടികളുടെ സ്റ്റിയറിംഗ് ആയിട്ടുള്ള ആ ഒരു വെയിറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. ശരിക്കും സാധാരണ ക്രെറ്റയുമായിട്ടുള്ള ആ ഒരു കമ്പാരിസണിൽ ഒരിത്തിരി വെയിറ്റ് ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ റൈഡ് ക്വാളിറ്റി നല്ലതാണ്, അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി. അപ്പോൾ മോശം റോഡുകളാണെങ്കിലും ശരിക്കും നമ്മുടെ സാധാരണ ക്രെറ്റയുടെ ആ ഒരു സ്വഭാവം തന്നെയാണ്. എന്നിരുന്നാൽ കൂടി നമുക്ക് ഒരിത്തിരി കൂടി ഒരു ഫേമസ് ഫീൽ ചെയ്യും, ഒരു
മൈനസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ പോയിന്റിൽ, ഒരു മൈന്യൂട്ട് പോയിന്റിൽ എന്ന് പറയാം. അപ്പോൾ ഈ കിണി പറയുന്നത് അഡാസ് ലെവലാണ്. ഇതിന് അഡാസ് ലെവൽ 2 ഉണ്ട്. അഡാസ് ലെവൽ 2ൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ബാധകമാണ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്, വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ 4 വീൽ ഡിസ്ക് ബ്രേക്കുകളുണ്ട്. ഡിസ്ക് ബ്രേക്കുകളുടെ കൂടെ എന്ന് പറയുന്നത് ശരിക്കും റെഡ് കാലിപ്പറൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞു. അതൊക്കെ സ്വാഭാവികമായിട്ട് ഈ വണ്ടിക്കുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ വീണ്ടും പറയേണ്ട കാര്യമില്ല. എനിക്ക് ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടുക വെച്ചാൽ കുറച്ച് വേഷം മാറി വന്ന ഒരു ക്രെറ്റയാണല്ലോ എൻലൈൻ എന്ന് വെച്ചാൽ ഒന്നുകൂടി ഒരു അണിഞ്ഞൊരുങ്ങി ഒരിത്തിരി ഫ്രീക്കനായിട്ട് വരാൻ വേണ്ടി മെനക്കെട്ട് ഒരിത്തിരി ഫ്രീക്കനായി മാറിയ വണ്ടിയാണല്ലോ എൻലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻലൈൻ അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ കാര്യം ആ ഒരു പരുക്കത്തരം എന്ന് പറയുന്നത് വേഷഭൂഷാദികൾ മാത്രമല്ല, ശരിക്കും വണ്ടിയുടെ ആ ഒരു സ്വഭാവത്തിലുമുണ്ടെന്ന് തോന്നി. ഞാൻ ഡൗൺ ചെയ്തു. D3 D2 കലോടുക്കാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ മാറി വന്നപ്പോൾ ഈ വണ്ടി ഒരിത്തിരി കൂടി ഫൺ ഫാക്ടർ കൂടിയ വണ്ടിയായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അതായത് ക്രെറ്റയുടെ എൻ്റെ ആ ഒരു ചോയ്സ് ഓഫ് എൻജിൻ എന്ന് പറയുന്നത് ടർബോ പെട്രോൾ തന്നെയാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു DCT കൂടി കിട്ടും എന്നുള്ളത് ഒരു ഗുണമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അതായത് 7 സ്പീഡ് DCT അത്യാവശ്യം നല്ല ക്യുക്കാണ്. ഷിഫ്റ്റൊന്നും നമ്മൾ അറിയുന്നില്ല. ശരിക്കും ഒരു ഞാൻ DSTയുടെ അത്രയും ക്യുക്കാണെന്നല്ല പറയുന്നത്, എന്നാലും ഒരു DCT എന്നുള്ള ഒരു പേരിന് ആ ഒരു വാക്ക് അന്വർത്ഥമാകുന്ന വിധത്തിലുള്ള ഒരു ഷിഫ്റ്റിംഗ് പോയിന്റുകളും അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത വിധത്തിലുള്ള ഷിഫ്റ്റിംഗ് എല്ലാം തന്നെ ഗുണങ്ങളായിട്ട് വേണ്ടത് കാണാം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ മാനുവലാണ് ഫൺ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മാനുവൽ ഫണ്ണാണെങ്കിലും എനിക്ക് തോന്നുന്നു മാനുവലിനേക്കാളും ഫാസ്റ്റ് നമുക്ക് എപ്പോഴും DCT ആയിരിക്കും. 6 സ്പീഡ് മാനുവൽ ഓടിക്കാൻ സഹിക്കും ടർബോ പെട്രോളിൻ്റെ കൂടെ, അത് വേറെ കാര്യം. എന്നാലും ഈ വണ്ടിക്ക് ഈ ഒരു ഫൺ ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഫൺ ഫാക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിങ്ങനെ ചവിട്ടിപ്പൊളിച്ച് ഓടിക്കുമ്പോൾ അത് എഫിഷ്യൻസി ബാധിക്കുന്നുണ്ട്. എഫിഷ്യൻസി കുറവാണ്. പക്ഷേ നമ്മൾ മാന്യമായിട്ട് ഓടിക്കുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ റിവാർഡിംഗ് ആയിട്ട് നല്ല മൈലേജ് ഈ വണ്ടിക്ക് കിട്ടുന്നതാണ്. അതായത് ഒരു 16-17 നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അതൊരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ തീർത്തും ഒരു ഫൺ ഓറിയൻറ്റഡ് വണ്ടിയാണ് ഈ ഒരു ക്രെറ്റയുടെ എൻലൈൻ. ഇപ്പോൾ 16,82,300 സംതിങ് അതിൻ്റെ വില. ആ ഒരു വിലയ്ക്ക് എക്സ്ഷോറൂം വേഷം കിട്ടും. മാനിലാണ് കിട്ടുമെങ്കിലും എൻലൈൻ്റെ എക്സ്ഷോറൂം വേഷം കിട്ടുന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ആ ഒരു വണ്ടി വാങ്ങിയിട്ട് നമുക്ക് എൻലൈൻ്റെ ഉള്ള കാര്യങ്ങൾ അനുഭവിക്കാനുള്ള കാര്യമുണ്ട്. പിന്നെ ഫൺ ഫാക്ടറാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് എൻലൈൻ തന്നെയാണ് ക്രെറ്റയുടെ ഏറ്റവും മികച്ച ഒരു ചോയ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വീഡിയോയുടെ എത്താൻ ചുരുക്കം. നല്ല ബ്രേക്കുള്ള, അത്യാവശ്യം നല്ല സസ്പെൻഷനുള്ള, എന്നാൽ കുറച്ച് കൂടിയ വേഗതയിൽ ഒത്തിരി നെർവസ്നെസ് കാണിക്കുന്ന സസ്പെൻഷനുള്ള ക്രെറ്റ എൻലൈൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഫൺ ഫാക്ടറുള്ള ഒരു വണ്ടിയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കം എന്നുള്ളതാണ്. അപ്പോൾ ഓടിക്കാൻ രസമുണ്ട്. നമുക്കൊന്നുകൂടി കാലോടുക്കാം. കാലോടുക്കാൻ ഞാൻ ഡ്രൈവ് മോഡാക്കിയിട്ട് കാലോടുക്കാം നല്ലത്. അപ്പോൾ ഡ്രൈവ് മോഡാക്കിയിട്ട് കാലോടുക്കുമ്പോൾ ചുമ്മാ കാലോടുത്തു, ഡൗൺ ചെയ്തു, കയറി പോകണ്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം. ഹ്യുണ്ടായ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന SUV ആണ് ഹ്യുണ്ടായ് ക്രെറ്റ. ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വണ്ടി എന്ന് പറഞ്ഞാലും അതിശയോക്തി ഇല്ലാത്ത വണ്ടി. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു സാഹസം? ഇതെന്താണിത്? എൻലൈനോ? എന്താണ് എൻലൈൻ്റെ പ്രത്യേകതകൾ? എല്ലാം പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം.